ആവോ, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. ആവോ, തീർച്ചയായിട്ടും അയാളൊരു ഭക്ഷണപ്രിയനായിരിക്കണം. ആവോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ആവോ, വല്ലാണ്ട് വിശക്കുന്നു. ആവോ. അല്ല മോട്ടു, നീ ഇതെങ്ങനെ ആകാശത്ത് പറക്കുന്നത്? ആ ജെറ്റ്ക നിനക്ക് എന്തെങ്കിലും ഗാഡ്ജറ്റ് തന്നിട്ടുണ്ടോ? അല്ല അല്ല അല്ല, ഇതെന്തായി ചെയ്തത്? ആ നിർത്ത് നിർത്ത്. അയ്യോ, എന്റെ പച്ചക്കറി. അതിനെ കൂടി കഴിക്ക്. അല്ല, ഇതൊക്കെ എങ്ങോട്ടായി പോകുന്നത്? നീ കഴിക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ. നന്നായിരുന്നു. ഇവിടെ തന്നെ നിൽക്കാം, ഒരുപാട് കഴിക്കാം. ഞാൻ സമൂസ കഴിക്കാൻ വരട്ടെ. മോട്ടോ, ഇത് കഴിക്കരുത്. തരാനുള്ള പറ്റു മുഴുവൻ തന്നു തീർക്ക്. ഈ സമോസയൊക്കെ എങ്ങനെ കാണാതാവുന്നത്? എടാ നിൽക്ക്, എന്നോടല്ലേ പറഞ്ഞത്? എടാ നിൽക്കാൻ. അയ്യോ, ഇതെന്താ സംഭവിക്കുന്നത്? ഇത് തീർച്ചയായും ആ ഡോക്ടർ ജഡ്കയുടെ ഗാഡ്ജറ്റ് ആയിരിക്കും. വിടില്ല നിന്നെ ഞാൻ. അയ്യോ, എന്നെ ഒന്ന് താഴെ ഇറക്കിക്കേ. പൊളിച്ചെടുത്തല്ലോ. എടോ മോട്ടോ, താൻ എന്തായി കാണിക്കുന്നത്? നമ്മുടെ ഡോക്ടർ ചട്ടുക്ക ഒരു പുതിയ ഗാഡ്ജറ്റ് കണ്ടുപിടിച്ചിരിക്കുന്ന തോന്നുന്നേ. അത് നന്നായി, വളരെ നന്നായി. അയാൾ അവിടെ മുകളിൽ തന്നെ നിക്കട്ടെ. എന്റെ 20 വർഷ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് സമോസ ഫ്രീ ആയിട്ട് തിന്നാൻ കിട്ടുന്നത്. പൊളിച്ചെടുത്തല്ലോ. ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെ. മോട്ടു മതിയാക്ക്, ഇപ്പൊ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സമോസ മുഴുവനും നീ കഴിച്ചാ പിന്നെ എനിക്ക് കഴിക്കാൻ എന്താ ഉള്ളത്? പൊളിച്ചെടുത്തല്ലോ. ഉരുളക്കിഴങ്ങ്. എന്തൊരു നല്ല കാറ്റാണിവിടെ. കിളികളുടെ കളകളാരവം, കുയിലിന്റെ കുയിൽനാദം, ഉദയസൂര്യന്റെ പൊൻപ്രഭ. ഇന്നത്തെ ദിവസം ശരിക്കും നല്ലതായിരിക്കും എന്റെ പത്ലു. ഇന്നത്തെ കാലാവസ്ഥ വളരെ നന്നായിട്ടുണ്ട്. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന നീ വിചാരിച്ചോ മോട്ടു? അതൊരിക്കലും കഴിയില്ല. കണക്ക് പറഞ്ഞു 1 രൂപ ബാക്കിയില്ലാതെ ഞാൻ വാങ്ങിച്ചെടുക്കും. എന്ത് പൈസ? ഞങ്ങൾ എന്താ ചെയ്തത്? എന്ത് ചെയ്തെന്നോ? എന്റെ മോട്ടു രാവിലെ തന്നെ അടിയാണല്ലോ. ഈ ചേച്ചിക്ക് ഇത് എന്ത് പറ്റി? ആർക്കറിയാം. എന്തായാലും നമുക്കിപ്പോ ഓടാം, പിന്നീട് അന്വേഷിക്കാം എന്താ കാര്യം. ഗസീട്ടയും ചായക്കടച്ചേട്ടനും അവരോട് ചെന്ന് സഹായം ചോദിക്കാം. രക്ഷിക്കൂ, ഞങ്ങളെ പച്ചക്കറിക്കാരിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കൂ. ഒരു കാര്യമില്ലാതെ അവര് ഞങ്ങളെ തല്ലിയേ. പച്ചക്കറി വെക്കുന്ന ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്തിനാ എല്ലാവരും നമ്മളായിട്ട് ഇങ്ങനെ ഇടിക്കുന്നത്? ആർക്കറിയാനാ, ഇതിലെന്തോ കുഴപ്പമുണ്ട് മോട്ടോ. വരൂ, ജഡ്കയുടെ അടുത്ത് ചെന്ന് എന്താന്ന് ചോദിക്കാം. ചിങ്കം സാർ, ചിങ്കം സാർ രക്ഷിക്കൂ. ആ മോട്ട് വന്നിട്ട് എന്റെ എല്ലാ സമോസയും തിന്നു തീർത്തു. പച്ചക്കറി അവൻ തിന്നു സാറേ. അവൻ ഞങ്ങളെ ഒരുപാട് തല്ലുകയും ചെയ്തു. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെന്ന് ഉറങ്ങിക്കോളൂ. ഞാൻ അവനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അവനത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നിങ്ങൾ എന്തിനാ വെറുതെ എന്നെ കണ്ട് പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാ അങ്ങനെ നടക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഒരു കൂട്ടുകാരനല്ലേ? ഞാൻ ആ മോട്ടിനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അവനെ നല്ലൊരു പാഠം പഠിപ്പിക്കും ഞാൻ. എങ്ങനെ പഠിപ്പിക്കും? ഈ നഗരത്തിൽ എല്ലാവർക്കും അറിയാം, ഈ ചിങ്കത്തിന്റെ അടുത്ത് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇംപോസിബിൾ, ഇംപോസിബിൾ. സംശയമുണ്ടോ?
അല്ലെങ്കിൽ നീ ഇത്രയ്ക്ക് മനസ്സിലാക്കിക്കോ, നിനക്ക് എന്റെ മോട്ടോർ ബൈക്കിന്റെ സ്പീഡിനേക്കാൾ ഓടാൻ സാധിക്കില്ല. ഞാൻ നിന്നെ ഫോളോ ചെയ്ത് കയ്യോടെ പിടിക്കും. ആവോ, എങ്കിൽ പിന്നെ ഈ ബൈക്കിന്റെ സ്പീഡ് എന്ത് മാത്രമുണ്ടെന്ന് കണ്ടു കളയാം. ആവോ, ഇത് നിന്റെ അവസാനത്തെ ഓട്ടമാണ് മോട്ടു. ആവോ, ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ആണല്ലോ. ഇനി എങ്ങോട്ടുള്ള റേസ് മുകളിലേക്കാക്കുന്നതാണ് നല്ലത്. ആവോ, എന്റെ അമ്മോ, ഞാൻ എങ്ങനെ ഈ ബൈക്കോട് ആകാശത്തിലേക്ക് പൊന്തിയത്? ഈ വണ്ടിയുടെ ബ്രേക്കും കിട്ടുന്നില്ലല്ലോ. ബ്രേക്കിൽ വെറുതെ ചവിട്ടിയാൽ നേരെ താഴോട്ട് പോകും. റേസ് തീരുന്നത് വരെ വണ്ടി താഴോട്ട് വീഴില്ല. മോട്ടു, ദയവ് ചെയ്ത് നീ എന്നെ താഴേക്ക് ഇറക്ക്. എന്റെ അമ്മോ, എന്റെ അമ്മോ. എന്റെ അമ്മോ. പൊന്നു ജഡ്ക ചേട്ടാ, രക്ഷിക്കണം, ഞങ്ങൾ വലിയ പ്രശ്നത്തിലാ. മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, എന്താ സംഭവിച്ചെന്ന് തെളിച്ചു പറയേ. എന്താന്ന് അറിഞ്ഞൂടാ, കാണുന്നവരൊക്കെ ഞങ്ങൾ എടുത്തിട്ട് ഇടിക്കുക. ഞങ്ങൾ എന്തോ അവരോടൊക്കെ ദ്രോഹം ചെയ്തതുപോലെ. എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓ സമാധാനം, ചിങ്കം സാർ കൂടെ ഉണ്ടല്ലോ. ഇനി നമ്മൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ചിങ്കമില്ലേലും കുഴപ്പമില്ലെന്നേ. നിങ്ങൾക്ക് ഞാനല്ലേ ഉള്ളത്. ഞാൻ ഉള്ളപ്പോഴേ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ. അതിനു മുമ്പ് നിങ്ങളോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കേട്ടോളൂ. മോട്ടുവും പത്തുരൂപ എന്റെ അടുത്ത് സഹായത്തിന് വന്നിരിക്കുകയാണ്. മനസ്സിലായോ? ഓ, ഇതൊക്കെ ഞങ്ങൾക്ക് ആദ്യം തന്നെ അറിയുന്ന കാര്യമല്ലേ. നിങ്ങളുടെ ആരെയും സഹായം ഇല്ലാതെ മോട്ടൂന് ഇങ്ങനത്തെ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. മതി, ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ അമ്മോ, നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഏതോ അന്യഗ്രഹ ജീവിയാണെന്നാ. അത് വേറൊരു ഗ്രഹത്തിൽ നിന്ന് വന്നതായിരിക്കും. എന്നിട്ട് മോട്ടുവിന്റെ രൂപവും സ്വീകരിച്ചു കാണും. എന്റെ അമ്മോ, ഏലിയൻസിനെ പിടിക്കാനുള്ള നിയമമൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പോട്ടിടൂ, ഞാൻ അവരെ എങ്ങനെ അറസ്റ്റ് ചെയ്യും? അവർക്ക് ഞാൻ എങ്ങനെ വാറന്റ് കൊടുക്കും? മോട്ടു, നമ്മൾ ഇനി എന്ത് ചെയ്യും? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? നിങ്ങൾ തന്നെ ആലോചിക്കേ. ഏലിയൻസിനെ എതിർത്ത് തോൽപ്പിക്കാൻ നമുക്ക് ശക്തിയുള്ള ഒരു ആയുധം വേണം. അത് നമുക്ക് വേണ്ടി ഡോക്ടർ ജഡ്ക ശരിയാക്കി തരുന്നതായിരിക്കും. എന്റെ കയ്യിലുള്ള ഈ തോക്ക് കൊണ്ട് വെടിവെച്ച ഏത് അന്യഗ്രഹ ജീവിയാണെങ്കിലും ബോധം കെട്ടു പോകും. അതേന്ന്. വരൂ, നമുക്ക് എല്ലാവർക്കും കൂടി അതിനെ പോയി അന്വേഷിക്കാം. എന്നിട്ട് വേണം അതിന്റെ മേലെ എനിക്ക് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്താൻ. വരൂ, നമുക്ക് വെവ്വേറെ സ്ഥലങ്ങളിൽ ചെന്ന് അന്വേഷിക്കാം. കിട്ടിപ്പോയി. ശരിക്കും കാണാൻ എന്നെ പോലെ തന്നെ. ആവോ, എന്നെ പോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ്. ആവോ, എന്റെ പേര് മോട്ടു എന്നാണ്. എന്റെ പേര് മൊട്ടീസയാണ്. ഞാൻ ബഹിരാകാശത്തിൽ നിന്നാണ് വരുന്നത്. ഓ, നീ കാരണം ഞാനാണ് എല്ലാവരുടെയും തല്ലുകൊള്ളുന്നത്. ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങളിൽ ആരാ വ്യാജനെന്ന് വേഗം പറഞ്ഞോ. എന്നിട്ട് വേണം എനിക്ക് വെടിവെച്ച് ബോധം കെടുത്താൻ. ഡോക്ടർ ജഡ്ക, ദേ ഇവനാണ് വ്യാജൻ. ഓ, അത് ഞാൻ ശരി. മോട്ടു ആകുന്നു. നീ കള്ളം പറയുന്നു. ഇവനാണ് കള്ളം പറയുന്നത്. ഞാൻ ഇപ്പൊ പറയാം, ഈ രണ്ടാളിൽ ആരാ ശരിക്കല്ലേ മോട്ടോന്ന്? നമ്മുടെ മോട്ടുണ്ടല്ലോ, ഒരു വലിയ ഗുസ്തിക്കാരനാണ്. ഗുസ്തി മത്സരത്തിൽ അവനെ വെല്ലാൻ ആരുമില്ല. ഇവര് രണ്ടുപേരിൽ ഒരു ഗുസ്തി മത്സരം നടത്താം. അതിൽ ആര് ജയിക്കുന്നു അതാണ് ഒറിജിനൽ മോട്ടു. ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായോ ഞാൻ മോട്ടു ആണെന്ന്? ജഡ്ക ചേട്ടാ, വേണ്ട വേണ്ട, അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ. പത്തലു, ഞാൻ തോൽവി സമ്മതിക്കുന്നു. പക്ഷെ യഥാർത്ഥ മോട്ട് ഞാൻ തന്നെയാണ്. പത്തലു, എന്നെ രക്ഷിക്കൂ.
ഐഡിയ. നിങ്ങൾ രണ്ടുപേരും സമൂസ കഴിക്കുന്ന ഒരു മത്സരം വെക്കാം. സമൂസ കഴിക്കുന്നതിൽ മോട്ടുവിനെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. അതെ അതെ, സമൂസ കൊണ്ടുവരൂ വേഗം, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. പാടില്ല, കളിയിൽ കഴിപ്പ് നിർത്താൻ പാടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് സൗജന്യമായിട്ട് എനിക്ക് ഇത്രയും സമൂസ കഴിക്കാൻ കിട്ടുന്നത്. അതുകൊണ്ട് നിർത്തരുത്, കഴിപ്പ് തുടങ്ങിക്കോ, മത്സരിക്കൂ. അതെ, എനിക്കിനി കഴിക്കാൻ പറ്റില്ല. എന്താ, നിങ്ങളുടെ ഗ്രഹത്തിലുള്ളവർ സമോസ ഒന്നും കഴിക്കാറില്ലേ? ഇല്ല, കഴിക്കാറില്ല. പക്ഷേ ഇത് വളരെ സ്വാദുള്ളതാണ്. ഞാൻ അവിടെ ചെന്നാൽ തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നതാണ്. ഇതാണ് വ്യാജൻ. ഇതാണ് നമ്മുടെ യഥാർത്ഥ മോട്ടോ. ഇവനെ സമൂസ കഴിച്ച് തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും ആവില്ല. ഐ എം സോറി. ഞാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടായി. എന്നാൽ ഞാൻ പോട്ടെ, തിരിച്ചൊരു വരവിനി ഉണ്ടാവില്ല. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. പക്ഷേ ഇവിടെയുള്ള ആരെയും ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. നീ ഒരു സുഹൃത്തായിട്ട് വരൂ, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് ഒരുപാട് സമൂസകൾ കഴിക്കാം. ഓക്കേ, ബൈ. വീണ്ടും കാണാം. വേണ്ട വേണ്ട, കൊണ്ടുപോകല്ലേ എന്റെ സമൂസ. ഇങ്ങ് തരൂ എന്റെ സമൂസ.